നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ പറയാനായിട്ട് പോകുന്നത് ബികോം 5th സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ ഓഫ് ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നല്ലൊരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ദെയർ ഈസ് നോ യൂണിഫോം മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ടു ഓൾ ഇൻഡസ്ട്രി. നമ്മൾ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ സ്വഭാവം അനുസരിച്ച് പല മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഒരേ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഷുഡ് ബി ഡിസൈൻഡ് ഫോർ ആൻ ഇൻഡസ്ട്രി കീപ്പിംഗ് ഇൻ മൈൻഡ് the items produced, the methods of manufacture, the cost elements involved, etc. അപ്പം നമ്മൾ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. The installation of costing system requires careful consideration of the following factors. അപ്പം നമ്മൾ ഈ പറയുന്ന കോസ്റ്റിംഗ് മെത്തേഡ്സ്, ഏതൊരു കോസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സുകളാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഏത് കോസ്റ്റിംഗ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ. അതിൽ ഫസ്റ്റ് പറയുന്നത് ദ ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ് ആൻഡ് ദ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് നീഡഡ്. ദ ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ത് ഇൻഫർമേഷനാണ് ആവശ്യം, അതുപോലെ തന്നെ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് നീഡ്സ്, എന്ത് ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ആണ് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻഫർമേഷൻ ടു ബി പ്രൊവൈഡഡ്. ഇൻഫർമേഷൻ്റെ ഫ്രീക്വൻസി അല്ലേ, അത് മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർ ആണോ, അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ഇങ്ങനെ എപ്പോഴൊക്കെയാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ഫ്രീക്വൻസി നോക്കിയിട്ട് നമ്മൾ മെത്തേഡ് യൂസ് ചെയ്യുക. ദെൻ ലെവൽ ഓഫ് കൺട്രോൾ ടു ബി എക്സസൈസ്ഡ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് സെൻറ്റർ. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ മുകളിലായാലും അതുപോലെ തന്നെ കോസ്റ്റ് സെൻറ്ററിലൊക്കെ നമ്മൾ കൺട്രോൾ, ലെവൽ ഓഫ് കൺട്രോൾ, നമ്മൾ എന്ത് കൺട്രോളാണ്, ഏത് ലെവൽ ഓഫ് കൺട്രോളാണ് എക്സസൈസ് ചെയ്യുന്നത് എന്ന് നോക്കുക. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ. നമ്മുടെ ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതുപോലെ തന്നെ നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ, ഇതെല്ലാം നോക്കുക. പിന്നെ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റിംഗ് ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ആസ് ഫാർ ആസ് പോസിബിൾ. അതായത് നമ്മൾ കോസ്റ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം നിലനിൽക്കുന്ന സിസ്റ്റത്തിനെ യാതൊരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആ തരത്തിലുള്ള ഒരു കോസ്റ്റ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. പിന്നെ പറയുന്നത് ദ ബെനഫിറ്റ്സ് അറ്റൈനബിൾ ഷുഡ് ഓവർ വെയ്റ്റ് ദ എക്സ്പെൻഡിച്ചർ ലൈക്ക് ടു ബി ഇൻകേർഡ്. അതായത് നമുക്ക് ബെനഫിറ്റ്, നമ്മൾ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, നമ്മുടെ എക്സ്പെൻസസ് കൂടാൻ പാടില്ല, നമുക്ക് ബെനഫിറ്റ് ആയിരിക്കണം. ഇങ്ങനൊരു കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബെനഫിറ്റിനേക്കാൾ കൂടുതലും എക്സ്പെൻസസ് ഇൻക്വയർഡ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഓവർ ഇലാബറേഷൻ ഓഫ് റെക്കോർഡ്സ് ഷുഡ് ബി അവോയ്ഡഡ് ബട്ട് എസെൻഷ്യൽ റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഒരുപാട് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിന് വേണ്ടി ഒരുപാട് പിന്നെ റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവാൻ പാടില്ല. കുറച്ച് എസെൻഷ്യൽ റെക്കോർഡ്സുകൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള മെത്തേഡ്സ് ആയിരിക്കണം. പിന്നെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കബിൾ ആൻഡ് ബി ഡിസൈൻഡ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് സിമ്പിൾ ആയിരിക്കണം, പ്രാക്ടിക്കബിൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡായിരിക്കണം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ആവശ്യം അനുസരിച്ചിട്ടുള്ളതായിരിക്കണം. ദെൻ ലാസ്റ്റ് പറയുന്നത് ആക്റ്റീവ് കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ പ്രോമിസ് ബെസ്റ്റ് സിസ്റ്റം. അതുപോലെ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ എക്സിക്യൂട്ടീവുകളും എന്ത് ചെയ്യാൻ പറ്റണം, അവരുടെ എല്ലാവരുടെയും സഹായം വേണം, അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെത്തേഡ്, ഒരു നമ്മുടെ കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ലൊരു കോസ്റ്റ് സിസ്റ്റം, നമ്മൾ സെലക്ട് ചെയ്യുന്ന കോസ്റ്റ് സിസ്റ്റം ഗുഡ് ആവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ബാക്കി ടോപ്പിക്കുകളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.